വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിക്കുന്നത്. അത്രയും മികച്ച കളിയാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ന് കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയ 127 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ന് അഫ്ഗാനിസ്ഥാൻ കളി ജയിച്ച് റാഷിദ് ഖാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യ ഓസീസുമായിട്ട് ഫൈനലിൽ തോറ്റു. അതിന് പ്രതികാരം ഇന്ത്യക്കുണ്ട്. റാഷിദ് ഖാൻ എപ്പോഴും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന താരമാണ്. ഓസ്ട്രേലിയൻ ടീമിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, അത് റാഷിദ് ഖാനും ആവശ്യമായിരുന്നു. ഇന്ന് കളി ജയിച്ച് റാഷിദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം ഞങ്ങളെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. ഇന്ന് തോറ്റാൽ ഞങ്ങൾ പുറത്താണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണെന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓസീസിനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് ഈസിയല്ല, പക്ഷേ ഞങ്ങൾ വലിയ പ്ലാനോടുകൂടി വന്നു. പ്ലാൻ വിചാരിച്ചതുപോലെ തന്നെ വർക്കൗട്ടായി. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ഇന്ത്യ മികച്ചവരാണ്, എന്നാൽ ഓസീസ് ടീമിനെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പണ്ടൊക്കെ ഞങ്ങൾ ചെറിയ ടീമായിരുന്നു. ഞങ്ങൾക്ക് സപ്പോർട്ട് തന്നത് BCCIയും ഇന്ത്യൻ ടീമുമാണ്. ഇപ്പോൾ ഞങ്ങൾ വലിയ ടീമാണ്. ഏത് ടീമിനെയും മലർത്തിയടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയൻ ടീമിനെ തോൽപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു വിജയം ഇന്ത്യക്കുള്ളതാണ്. ഞങ്ങളിപ്പോൾ ഒരേ ഒരു ലക്ഷ്യത്തിലേക്കാണ്. ഞങ്ങൾക്ക് എന്ത് വില കൊടുത്തും സെമിയിലെത്തണം. അതുകൊണ്ട് അടുത്ത മത്സരവും ജയിച്ച് ഞങ്ങൾ സെമിയിലേക്ക് കടക്കുമെന്ന് റാഷിദ് ഖാൻ വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ ടീമിനോട് ഒരു പകരം ചോദിക്കാൻ ഇന്ത്യക്കുമുണ്ടായിരുന്നു. ആ ഒരു പകരമാണിപ്പോൾ അഫ്ഗാനിസ്ഥാൻ ചോദിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു അട്ടിമറി വിജയം ആരാധകർ പ്രതീക്ഷിച്ചിട്ടില്ല. വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ ഇതുപോലത്തെ ഒരു വിജയം നേടുന്നത്. ഓസ്ട്രേലിയൻ ടീമിന് ഇത് നാണക്കേട് തന്നെയാണ്. മാക്സിൽ മാത്രമാണ് ഇന്ന് കളിച്ചത്. ബാക്കി എല്ലാ താരങ്ങളും പെട്ടെന്ന് ഔട്ടായി മടങ്ങി. അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയൻ ടീമിനെ എറിഞ്ഞിട്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.